അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളൊരു പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഗുഫ്തുഗു കെ ആദാബ്. ഗുഫ്തുഗു എന്ന് പറഞ്ഞാൽ സംഭാഷണം അല്ലെങ്കിൽ സംസാരം. ആദാബ് മര്യാദകൾ. ഗുഫ്തുഗു കെ ആദാബ് എന്ന് പറഞ്ഞാൽ സംസാരത്തിൻ്റെ മര്യാദകൾ. സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, ആരോടൊക്കെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം എന്നതിനൊക്കെ കുറിച്ചിട്ട് ഒരു ഫാമിലിയുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ കഥയിലൂടെ പറയുന്നത്. നല്ല മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ആജ്, ഇന്ന് നാസിയ ജബ് സ്കൂൾ സെ ഗർ ആയി തോ, സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നപ്പോൾ. ജബ് എന്ന് പറയുമ്പോൾ പോൾ എന്നുള്ള അർത്ഥം കിട്ടുട്ടോ. ജബ് സ്കൂൾ സെ വീട്ടിൽ നിന്നും, ഗർ ആയി തോ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ആയി തോ വന്നപ്പോൾ. ജബിൻ്റെ അർത്ഥം അങ്ങനെ ആട്ടോ വെക്കുക. അവസാനം തോ വരുമ്പോഴാണ് നമ്മൾ പോൾ എന്നുള്ള അർത്ഥം വെക്കുക. ജബ് സ്കൂൾ സെ, സ്കൂളിൽ നിന്നും, ഗർ ആയി തോ വീട്ടിലേക്ക് വന്നപ്പോൾ, കുറച്ച് ഖാമോഷ് തി, വളരെ നിശബ്ദയായിരുന്നു. ഖാമോഷ് എന്ന് പറഞ്ഞാൽ നിശബ്ദതയുള്ളവൾ കേട്ടോ. ഖാമോഷി എന്ന് പറഞ്ഞാൽ നിശബ്ദത. അപ്പം വളരെ നിശബ്ദയായിരുന്നു അവൾ. അവൾ ഗർമേ, വീട്ടിൽ, ദാഖിൽ ഹോക്കർ പ്രവേശിച്ചിട്ട്, റോസ് കി തൊറ, സാധാരണ പോലെ സലാം പറഞ്ഞു. ഓർ കമ്രേമേ, എന്നിട്ടോ റൂമിൽ ചലി ഗൈ, പോയി. ചലന എന്ന് പറഞ്ഞാൽ പോകുക, നടക്കുക എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഗൈ എന്നില്ല അവിടെ ജാനയുടെ എന്താ പറയുക മാസിയാണ്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അറിയാം, അത് മജ്ഹൂലിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന. പോകപ്പെട്ടു അങ്ങനൊന്നും അർത്ഥം വെക്കണമെന്നില്ല. നമ്മൾ പറയുമ്പം പോയി അങ്ങനെ അവിടെ ജാഗ്രത പോയിട്ട്, ആ റൂമിൽ പോയിട്ട്, അവൾ ജോത്തെ, ചെരുപ്പുകൾ, ഉത്താർക്കർ ഊരിയിട്ട്, ഉത്താർന്ന് പറഞ്ഞാൽ ഊരുക, അയക്കുക എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഉത്താർക്കർ ഊരിയിട്ട്, ഏക് കോനേമേ, ഒരു മൂലയിൽ വെച്ചു. അവൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഒരു മൂലയിൽ വെച്ചു. എന്നിട്ട് സ്കൂൾ കെ കപ്പടെ, സ്കൂളിലെ വസ്ത്രം, അതായത് യൂണിഫോം കേട്ടോ, യൂണിഫോം ബദൽക്കർ മാറ്റിയിട്ട്, ഗർ കെ കപ്പടെ, വീട്ടിലെ വസ്ത്രങ്ങൾ ബഹിനെ ധരിച്ചു. എന്നിട്ട് മുഖവും ഹാത്ത് കൈയും ധോക്കർ കഴുകിയിട്ട്, ദസ്തർഖാൻ സുപ്ര ബച്ചായ, വിരിച്ചു. അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സുപ്ര വിരിച്ചു. ആം തോർ പർ, സാധാരണ, ദസ്തർഖാൻ, സുപ്ര, വഹി, അവൾ തന്നെയാണ്, ലഗായ കർത്തീത്തി, അവൾ തന്നെയായിരുന്നു സുപ്ര ഒക്കെ സാധാരണ വിരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഓളെ പണി എന്നുള്ള രീതിയിൽ വന്നിട്ടല്ല, ആരോടും മിണ്ടാതെ ആ സുപ്ര വന്ന് അവിടെ വിരിച്ചു കൊടുത്തു. നാസിയാക്കി ബഡി ബഹൻ, നാസിയയുടെ മൂത്ത പെങ്ങൾ, ബഡി ബഹൻ, ബാവർച്ചി ഖാനേസ്, കിച്ചണിൽ നിന്നും, ബാവർച്ചി ഖാന പറഞ്ഞാൽ കിച്ചൺ, അടുക്കള എന്നൊക്കെ, കിച്ചണിൽ നിന്നും, ഖാന ഭക്ഷണം, ലേക്കർ കൊണ്ടുവന്നിട്ട്, ലേക്കർ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട്, ആകൈ വന്നു. ലേനാർ എടുക്കുക എന്നാ, ലേക്കർ എടുത്തിട്ട് ആകൈ വന്നു. ഓർ ദസ്തർ ഖാൻ പർ, എന്നിട്ട് സുപ്രയുടെ മേൽ ലഗാദിയ, വെച്ചു കൊടുത്തു. ഇസി ദൗറാൻ, ഇതേ സമയത്ത് അമ്മി ബി, ഉമ്മയും ആകെയേ വന്നു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ സുപ്രൻ്റെ അവിടെ എത്തി കേട്ടോ. പക്ഷേ കാന ഷുറൂ കർണേസെ പാലെ, എല്ലാവരും സുപ്രൻ്റെ അവിടെ ഇരുന്നു കേട്ടോ. പക്ഷേ കാന, ഭക്ഷണം, ഷുറൂ കർണേസെ പഹലെ, തുടങ്ങുന്നതിനു മുമ്പ് ഉനോനെ, ആ ഉമ്മ, നാസിയാക്കി തൊറഫ് ദേക്ക, നാസിയയുടെ ഭാഗത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് ഓർ കഹ, എന്നിട്ട് പറഞ്ഞു, ക്യാ ബാത്തേ ബേട്ടി, എന്താ കാര്യം മോളെ, ക്യാ ബാത്തേ, എന്ത് കാര്യമാകുന്നു ബേട്ടി മോളെ, അതായത് എന്താ മോളെ കാര്യം. നീ, നിങ്ങൾ എന്നാണ്, പക്ഷെ അവിടെ നീ, ഇത്രത്തോളം ഉദാസ്, ദുഃഖിതയും, ഓർ ഖാമോഷ്, നിശബ്ദയും ആവാൻ ക്യൂ ഹോ, എന്താണ് കാരണം, എന്തുകൊണ്ടാണ് നീ ഇത്രത്തോളം നിശബ്ദയും ദുഃഖിതയും ആയത്, ഒന്ന് പറയാന്ന്. സൊഫിയ അപ്പോൾ മൂത്ത സഹോദരി ഉണ്ടല്ലോ, അവള് സൊഫിയ പറയാണ്, അമ്മി, ഉമ്മ, ഇവളുണ്ടല്ലോ, ആബ്കോ, നിങ്ങളെ, നെഹ്റേ ദിക്കാ രഹി ഹെ, നിങ്ങളങ്ങനെ ശൃംഗാരം കാണിച്ചുകൊണ്ടിരിക്കുക. ശൃംഗാരം എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ അറിയില്ലേ, ശൃംഗാരം കാണിക്കുക, നിങ്ങളങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. നെഹ്റേ ദിക്കാന്ന് പറഞ്ഞാൽ ശൃംഗാരം കാണിച്ചുകൊണ്ടിരിക്കുക. ക്ലാസ്സിൽ വെച്ച്, കിസീസെ, ആരോടോ, ഏതോ ഒരുത്തനോട്, ലഡ്കർ, എന്താ പറയുക, ചെണ്ട കൂടിയിട്ട്, അടി കൂടിയിട്ട്, ആയി ഹോഗി, വന്നതാകും. ഓളെ ആരോടെങ്കിലൊക്കെ കച്ചറ കൂടിയിട്ട്, ഇങ്ങനെ ഒച്ചുണ്ടാക്കിയിട്ടും കച്ചറ കൂടിയിട്ടും ഇങ്ങോട്ട് വന്നാകും. വഹാത്തോ, അവിടെയാകുമ്പോൾ, അതായത് സ്കൂളിൽ നിന്നും കുച്ച് ബോലി നഹി, ഒന്നും മിണ്ടാതെ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും.
എന്നിട്ട് ഇവിടെ ആപ്കോ നിങ്ങളെ പരീക്ഷ കറഹി ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ചണ്ട കൂടിയിട്ട് അവിടെ നിന്നൊന്നും മിണ്ടാതെ അവരോട് തെറ്റിയിട്ട് ഇവിടെ വന്നിട്ട് ഉമ്മനെ പ്രയാസപ്പെടുത്തുക. അതായത് ഉമ്മനോട് മിണ്ടാതെ അങ്ങനെ വിട്ടിരിക്കുകയാണ്. അതാണ് ഉമ്മ നിങ്ങൾ മൈൻഡാക്കേണ്ടതാണ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ. എല്ലാവരും പ്രത്യേകം വായിച്ച് മനസ്സിലാക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. പേഴ്സണലായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും.